ആദ്യം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു മുമ്പ് ബ്ലോസം ഹൈഡൽ പാർക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അത് പാർട്ട് 1 ആയിട്ട് കരുതിയാൽ മതി കേട്ടോ. അതിൻ്റെ ബാക്കിയാണ് ഇത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോവുകയാണ്. അവിടുത്തെ വീഡിയോസാണ് കൂടുതലും കാണിപ്പോൾ. ഇരവികുളം നാഷണൽ പാർക്ക്, പിന്നെ എക്കോ പോയിന്റ്, പിന്നെ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പുറത്തൊക്കെ ഉള്ള ആ ഒരു വ്യൂ ആണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലേക്കായി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ വഴിയിലൊക്കെ നിന്ന് കുറച്ച് നേരം ഒന്ന് എൻജോയ് ഒക്കെ ചെയ്ത് കാഴ്ചകളൊക്കെ ഒന്ന് കാണുവാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വേണ്ടിയിട്ട് പോകുവാണ്. പോകുന്ന വഴിയുള്ള വ്യൂസാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, എന്താ വീടിൻ്റെ കീ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ അടുത്ത നെക്സ്റ്റ് ആൾക്കാർ അവിടെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പകുതി എത്തിയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരിക ചെയ്തത്. തിരിച്ചു വന്നിട്ട് കീയും കൊടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന ടൈമിലുള്ള ആ ഒരു വ്യൂസൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അങ്ങനെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാറൊക്കെ പോയി പാർക്ക് ചെയ്യാവേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ താഴേക്ക് പോവുകയാണ്. താഴെ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം. ടിക്കറ്റൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ആക്കണം. ക്യൂവിലൊക്കെ ഒരുപാട് നേരം നിന്നിട്ട് വേണം ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമുക്ക് ബസ്സിൽ കയറാനായിട്ട് സാധിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി പോകുന്ന നേരമുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത്. പോകുന്ന ടൈമിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ നാച്ചുറാലിറ്റിയിൽ തന്നെ നിങ്ങൾ കാണുക കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മ്യൂസിക്കായിട്ടൊന്നും കൊടുക്കണില്ല. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് സൗണ്ടും നാച്ചുറാലിറ്റിയും ഒക്കെ നിങ്ങൾക്ക് അതുപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ കട്ടാക്കിയേക്കുന്നത്. ബാക്കിയുള്ള ടൈമിലെല്ലാം നിങ്ങൾക്ക് അതിൻ്റേതായ നാച്ചുറൽ സൗണ്ട് കേട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് സംസാരം നിർത്തി വെക്കുവാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ കേട്ടോ. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കുരങ്ങിനെ കാണാവേ. ഇത് വരയാടാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിനെ കാണാൻ പറ്റും, വരയാടിനെയൊക്കെ. അങ്ങനെ നമ്മളവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നടക്കാനുണ്ടാകും. മുകളിൽ വരെ ഇങ്ങനെ റോഡ് പോലെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ മുകളിലോട്ട് കയറിയാണ് റോഡ് പോകുന്നത്. അങ്ങനെ അവിടെ വരെ എല്ലാം നമ്മളിങ്ങനെ നടന്ന് നല്ല കാഴ്ചകളുണ്ടോ. നടന്നു പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കാണാനൊന്ന് നോക്കാനൊക്കെ ആയിട്ട്. നല്ല വ്യൂ ആണ്. ഇപ്പോൾ സൈഡിലോട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല താഴ്ചയാണ് കേട്ടോ. താഴെ കാണാൻ വീണ് കഴിഞ്ഞാൽ ഒരു പൊട്ടി പോലും കിട്ടത്തില്ല. ഇത് നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. Abdu. ആണോ? പോയാ? അസ്തൊക്കെ പോയാ? വാ വാ.
ചവി കടല് അസദു ഇത് ശരിയില്ല നേരെ നടന്നു പോയിക്കേ എടുത്ത വെള്ളം നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്ന അനുസരിച്ചിട്ടുണ്ടല്ലോ ഈ മൂടൽ മഞ്ഞുണ്ടല്ലോ അതിൻ്റെ ആ ഒരു കാഠിന്യം കൂടിയാണ് വരുന്നത്. അങ്ങ് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊന്നും കാണാനേ പറ്റത്തില്ല, അത്ര അധികം ഇങ്ങനെ മൂടിക്കിടക്കുക. പക്ഷെ എന്ത് രസമാണെന്നറിയാം കാണാൻ, അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. നമുക്ക് അവിടെ നിന്നൊക്കെ ഒരുപാട് നേരം പക്ഷെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇത് ഞങ്ങൾ ചൂടുള്ള ടൈമിലാണ് വന്നത്, മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലാണ് വന്നേക്കുന്നത്. അല്ലാഹു, അപ്പം നമ്മളല്ലാത്ത ടൈമിൽ എന്തുമാത്രം തണുപ്പായിരിക്കും, നമുക്കൊന്നും കാണാനും കൂടി പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. അത്ര അധികം കണ്ട മുകളിൽ ഇങ്ങനെ മൂടൽ മഞ്ഞായിട്ട് കിടക്കുന്നത് നല്ല രസമാണ്. ഇവിടം കൊണ്ട് എൻഡ് ചെയ്യുക, പിന്നെ നമുക്ക് അങ്ങോട്ട് ക്ലോസ് ആക്കിയേക്കുക. കണ്ടോ, ആ ഭാഗത്ത് ക്ലോസ് ആക്കിയേക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ആ ബോട്ടിനപ്പുറത്തോട്ട് പിന്നെ കടക്കാനേ പറ്റില്ല. ഇവിടെ വരാണ് അതിൻ്റെ ആ ഒരു ബോർഡർ എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. സൂക്ഷിച്ച് പയ്യേ. പയ്യെ അങ്ങോട്ട് പോകാൻ പറ്റില്ല മോനെ. പിന്നെ അവസാനമായിട്ട് അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് അവിടെ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇത്. ഇരവികുളം നാഷണൽ പാർക്കിലെ വീഡിയോ ഒക്കെ അങ്ങനെ അവസാനിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ വരുന്നത് വഴി ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അത് കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ സ്റ്റോപ്പാക്കിയിട്ട് കുട്ടികളെ രണ്ടുപേരെയും ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഇരുത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് വരട്ടെ. അങ്ങനെ അവർ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് ഇക്കായും മോനും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇക്കായും തിരികെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അടുത്തതായി വന്നിരിക്കുന്നത് മാട്ടുപ്പെട്ടി ലേക്കിലോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ എക്കോ പോയിന്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 1 വർഷത്തിന് മുമ്പുള്ള വീഡിയോ ആണെന്ന് കേട്ടോ.
പിന്നെ ഇതെന്ന് പറയുന്നത് എക്കോ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ കുട്ടികൾ എക്കോ പോയിന്റിൽ നിന്നിട്ട് ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് എൻജോയ് ചെയ്യുവാണ് കേട്ടോ. അപ്പം നമുക്കത് കാണാവേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ യാത്രയൊക്കെ അവസാനിച്ച് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.